Hello guys, welcome to my new video. That's the intro songs, guys. Sorry. ഇവിടെ ഇപ്പം വൈകുന്നേരമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയായി. ഞങ്ങള് ഇവിടെ ഹാഗ്ലി പാർക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ക്രൈസ്റ്റേഴ്സിൽ ഒരു സ്ഥലത്ത് നമ്മള് ദീപാവലി സെലിബ്രേഷന് വേണ്ടി പോയതാ. പ്രിയൊക്കെ ഫുൾ ഡ്രസ് ചെയ്ത്, പക്ഷെ ഒടുക്കത്ത മഴ, ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഫുൾ നമ്മള് ഇന്ത്യൻ ക്ലോത്ത്സിലൊക്കെ മിണ്ടാതിരിക്കുക, ഫുൾ ഇന്ത്യൻ ക്ലോത്ത്സിലൊക്കെ നമ്മൾ വന്നതാണ്. പക്ഷെ ഞാൻ ഇന്ത്യൻ ക്ലോത്ത്സ് ആണ്, പക്ഷെ എന്റെ പുറകില് ഇന്ത്യൻ നമ്മുടെ പുലിയുണ്ട്, പുലി ഇനി ഇന്ത്യൻ ക്ലോത്ത്സിലൊക്കെ വന്നതാണ്. എന്നാലും ഒരു രക്ഷയില്ല. നമുക്ക് പരിപാടിക്ക് പകുതിക്ക് നിർത്തി, കൈയൊക്കെ വെള്ളം എന്നിട്ട് കൈയൊക്കെ ഫുൾ മരവിച്ച് കൈ അനക്കാൻ പറ്റാത്ത രീതിയൊക്കെ ആയിരുന്നു. സോ അതിൽ നിന്നെല്ലാം ഇപ്പം നമ്മൾ മാറിയിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടാന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അവരുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ എത്തി. കാരണം കൈ മരവിച്ചിട്ട് രക്ഷയില്ല, കാരണം ഫീൽസ് ലൈക്ക് 2 ഡിഗ്രി ആയിരുന്നു. സോ എനിവേ, അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇവരിപ്പോ ഒരു പാട്ടുണ്ട്, രാമയ്യ സ്വന്തം ലിറിക്സ് ആണ്. അപ്പൊ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. കണ്ടില്ല ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഇവിടെ നമ്മളെ ക്രൈസ്റ്റ് ചർച്ചിലെ മഴ. എന്റെ കൈയൊക്കെ ഫുള്ള് ഇതായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ അവിടെ 7 ഡിഗ്രീസ് ആണ് നമ്മുടെ ഔട്ട് സൈഡ് കാണിക്കുന്നത്, പക്ഷെ ഫീൽസ് ലൈക്ക് 3 ഡിഗ്രീസ് ആണ്. എനിക്കത് കാണിക്കാൻ, ഞാൻ ആക്ച്വലി മൊബൈലിലെ വീഡിയോ എടുക്കുന്നത്. പെട്ടെന്നൊരു വീഡിയോ ആണ്, നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച ഒരു വീഡിയോ അല്ല. വേണ്ടില്ലേ കംപ്ലീറ്റ്. ഇപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവാ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ. എൻ്റെ പൊന്നോ, മഴയാണേ മഴയാണേ. ഫുള്ള് മഴ, ഒരു രക്ഷയില്ല. അങ്ങനെ ഇതുണ്ടോ, ഇത് ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഫുൾ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഇവിടെ ഷൂ എങ്ങനെയെങ്കിലും ഇവിടെ തൽക്കാലം എവിടെയെങ്കിലും ഇടും. ഇവരുടെ വീടാണ്, ഇവരുടെ വീടിൻ്റെ ഇൻസൈഡ് ഭാഗമാണ്. അങ്ങനെയാണ്. ഇതാണ് വിഷ്ണുവിൻ്റെയും ആര്യയുടെയും വീട്. കണ്ടോ, ഞാൻ അവരുടെ പെർമിഷൻ ഇല്ലാതെയാണ് അവരുടെ വീടിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇതാണ് ആര്യയുടെ ഏറ്റവും ഫേവറേറ്റ് കണ്ണാടി. അപ്പോൾ ഇത് അവരുടെ ദൈവങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടോ. വന്ന് കയറുന്നിടത്ത് ഒരു സ്മോൾ, ഇത് ആക്ച്വലി ഒരു ടൗൺ ഹൗസാണ്. ഇത് ടൗൺ ഹൗസിൽ ഇത് താഴെയാണ് നമ്മുടെ ലിവിങ് ഏരിയ, കിച്ചൺ, മുകളിലാണ് ബെഡ്റൂംസ്. നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ സ്മോൾ കിച്ചൺ. സച്ച് എ ലവ്ലി കിച്ചൺ, റൈറ്റ്? അപ്പം ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറിയാണ് മുകളിലത്തെ ബെഡ്റൂമിലേക്കൊക്കെ പോകുന്നുണ്ടോ. അവിടുന്ന് കയറി വരുന്നു. ഇത് ഒരു 2 ബെഡ്റൂം വീടാണ് കേട്ടോ. കണ്ടോ, ക്രിസ്റ്റി ചേച്ചി ദീപാവലിക്ക് പോയല്ലേ ക്രിസ്റ്റി ചേച്ചി? ഇതാണ് വിഷ്ണു ചേട്ടൻ്റെയും ആര്യ ചേച്ചിയുടെയും റൂം. ഇതാണ് നിങ്ങളുടെ റൂം? ഞാൻ തന്നെയാണ്. ദീപാവലി ഹാലോവിൻ മേക്കപ്പ്. നൈസ്. വീട് റൂമൊക്കെ നീറ്റല്ലേ? ഇതാണ് അവരുടെ റൂം. ഇത്രയും മതി. ഇതാണ് അവരുടെ ബാത്റൂം. എവിടെ ബാക്കിയുള്ളവരെവിടെ? റിയ എവിടെ? അപ്പൊ അങ്ങനെ ഇതൊരു ബെഡ്റൂം. മറ്റേ ഇതിന്റെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ഇതെല്ലാം ആര്യയുടെ ആർട്ട് വർക്ക് ആട്ടോ. ഭയങ്കര വലിയ കലാകാരിയാണ് ആര്യ, അല്ലേ? ഞങ്ങളുടെ പെട്ടെന്നുള്ള തീരുമാനം, നല്ല അടിപൊളി ഇറച്ചി കണ്ടോ, നല്ല ബീഫും എല്ലും ബീഫും. എടാ നെയ്യ് മേടിച്ചാ? എന്താ ബ്രിസ്ക്കറ്റിന് നെയ്യ്, ചെസ്റ്റ് ഫാറ്റാ? പക്ഷെ എൻ്റെ മുന്നിൽ ഇത് കുറേ ഉണ്ടല്ലോ. ഇത്രയൊന്നും വേണ്ട, ഇത് വേണമെങ്കിൽ എടുത്ത് വെച്ചാൽ മതി. ഓ ഇത് കുറേ നെയ്യുണ്ടോ? ഇത്ര നെയ്യ് വെച്ചാൽ നമുക്ക് മറ്റേ അസുഖം വരുമല്ലോ. നെക്സ്റ്റ് നമുക്ക് കപ്പയുണ്ട്, പിന്നെ നല്ല മീൻകറിയുണ്ട്, പിന്നെന്നുള്ള ചീരത്തോരനുണ്ട്, പൊറോട്ടയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്.
ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പം ബീഫൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണു ഇവിടെ. പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഒരു പണി എടുക്കണ്ട, ചുമ്മാ കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നത്. പുറകിൽ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ബീഫ് ഉണ്ടാക്കുകയാണ്. ബീഫും കപ്പ ഓൾറെഡി ആഴ്ച ഉണ്ടാക്കിയതാണ്. അപ്പം ഇനിയിപ്പം നമുക്ക് ബീഫാണ്. ബീഫിനുള്ള സവാള, ഗിരിഗിരി, വെളുത്തുള്ളി, ഇഞ്ചി, ബാക്കി കുറച്ച് ടീംസും കൂടെ ഇപ്പൊ എത്തും. കുറച്ച് പേര് മുകളില് ബിനിയുടെ ഭാഷയിൽ കുളിക്കുകയാണ്. ബിനി അവരെ കുളിപ്പിക്കാൻ കൊണ്ടേക്കുവാണ്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തോ. നമ്മള് വീഡിയോഗ്രാഫർ മര്യാദക്ക് വീഡിയോ എടുക്കും. നമ്മളെ ബീഫൊക്കെ അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ടു. സവാള സെറ്റാണ്. പിന്നെ ഈ സാധനം കണ്ട, ഇതാണ് നമ്മുടെ ബ്രിസ്ക്കറ്റിന്റെ നെയ്യ്. ബ്രിസ്ക്കറ്റിന്റെ നെയ്യാണോ ചെസ്റ്റ് ഫാറ്റാണോ? ഇത് നല്ല ഈ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും നല്ലൊരു ചെറിയൊരു നെയ്യൊക്കെ കിട്ടും. സെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമ്മള് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇപ്പിടില്ല, കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഞെരക്കി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മള് ഉപ്പിൽ പറ്റിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പൊ ഉപ്പിൽ പറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഈ കുക്കറല്ലേ മറ്റേ കുക്കർ, മറ്റേ ഇങ്ങനെ നാരങ്ങ ഇട്ട് മഴ ഇങ്ങനെ പറഞ്ഞത്. ഇഞ്ചി ചായ കുടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ വേറെ കുറച്ചും കൂടെ നെയ്യ് ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തില്ല. വെറുതെ വീട്ടുകാരെ പേടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട്. കാരണം ഇത് കാരണം ഞാൻ കൊളസ്ട്രോളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വിഷ്ണു എത്രയാണ് നിന്റെ കൊളസ്ട്രോൾ? പ്രിയ, നിനക്കുണ്ട് കൊളസ്ട്രോൾ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇപ്രാവശ്യം കൊളസ്ട്രോൾ ഇല്ല. അത്ഭുതമാണ്. കാരണം ഇപ്രാവശ്യം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പം പക്ഷെ എനിക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പേടിച്ച്, കാരണം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എനിക്ക് നല്ല, കാരണം നാട്ടിൽ ചെന്ന് അത്യാവശ്യം ഫുഡ് അടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു എന്തായാലും പണി കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പോയി ടെസ്റ്റ് ചെയ്തപ്പോ ഉണ്ടല്ലോ, ഞാൻ ഒരൊറ്റ പോയിന്റിന് കൊളസ്ട്രോൾ ഇല്ല. 200 ആണെങ്കിൽ എനിക്ക് 199 ഉള്ളൂ. എന്നാലും ബോർഡർ ലൈൻ ആണ് സ്റ്റിൽ. അരിജിനെ ചായ അടിക്കണം, ചായ അടിച്ച് സെറ്റ് ആക്കി കൊടുത്ത്. ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ഇത് എന്താ ചെയ്ത് ഇനി ചെയ്യാൻ പോകണോ? ഇവ ഇവിടെ ക്രിസ്റ്റീനെയും മെയിനുവിനെയും കംപ്ലീറ്റ്. ഇവ വല്ലപ്പോഴും അമ്മയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തൂടെ? അങ്ങനെ ജിറ്റൻ എത്തിയിരിക്കുവാണ്. ജിറ്റൻ, ബിനിയ. ഇതാണ് നമ്മുടെ നേരത്തെ ക്യാമറ ഗേൾ. നമ്മൾ എല്ലാരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ആ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. ആ മളയച്ചതാ ആ മുഖത്തില്ലേ. പിന്നെ നമ്മുടെ അനീറ്റ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, ചേച്ചി. വിഷ്ണു ഇവിടെ പാത്രം ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പം സവാളയൊക്കെ അരിഞ്ഞു. തക്കാളി കണ്ടില്ലേ? തക്കാളി നല്ല ഫ്രോസൺ തക്കാളിയാ. നല്ല ഫ്രോസൺ നല്ല തക്കാളിയുടെ തക്കാളിക്ക് വില കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം എല്ലാരും ഉണ്ട് ഇവിടെ. ഇനി നെയ്ത്തിനും കൂടെ വരാനുണ്ട്. ചെറും കഴിഞ്ഞപ്പോഴത്തേന് ക്രിസ്റ്റി ഇറങ്ങി വന്നേക്കണുണ്ടല്ലേ. എന്താ ക്രിസ്റ്റി ഇത്? എന്നെ പ്രിൻസസ് ആക്കാന്ന് പറഞ്ഞ് പറ്റിച്ചതാണ് എന്നെ. ഇത് ഹാലോവീൻ ആണോ? ഇവോ പിന്നെ തിരിച്ചു വരുമ്പോ എന്റെ പൊന്നോ രക്ഷയില്ല. ഇവനെ കൊണ്ട് നീയാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണേ. എന്താണ് ബിനിയ? ബിനിയല്ലേ? ബിനിയ പോയോ? ഞാൻ ബിനി എവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കണേ. അയ്യോ,
വിസിലടിക്കൂല, ഒന്ന് ശ്രദ്ധിച്ചോളാം. എനിക്കറിയില്ല. വിസിലടിക്കൂലേ? ഓ, ഞാനോർത്തത് വിസിലടിക്കുന്നു ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. ഓ, ഈ ചാല കിടന്നൊക്കെ ഇറങ്ങണ നോക്കി. ഇറങ്ങണേന്റെ ടൈമാണോ? എങ്ങനെ ഇറങ്ങണത്? അറിയാൻ പാടില്ല. ഇതാണോ? ഇത് എത്ര നേരം എടുക്കുന്നത്? ഞങ്ങളപ്പോ തന്നെ ഒപ്പയായിരിക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഇത് അരി പറ്റില്ല, ഇത് കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എടുക്കാം. പിന്നെ അരി ആക്ച്വലി നമ്മളൊരു 3-4 വിസില് 2-3 വിസിലല്ലേ എടുക്കുള്ളൂ. ഇത് സമയം വേണം. അങ്ങനെ ഞങ്ങളെ മാത്തൻ സ്റ്റൈലിംഗ് സ്റ്റാർ ഇല്ല, മഴയത്ത് പോണ ദീപാവലി എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി ആ സമയത്ത് വീഡിയോ എടുക്കണമെന്നൊരു ഇതുണ്ടായിരുന്നില്ല. താമ കമോൺ സിറ്റ് ഹിയർ. ഇന്ന് വ്ളോഗിങ് പറ്റില്ല. എന്താണ് ഫോക്കസ് ചെയ്യണം. അങ്ങനെയെങ്കിലും നിന്റെ കല്യാണം നടക്കട്ടെ എന്ന് വെച്ചിട്ടാ. എനിക്കൊന്നുമില്ലേ? ചേച്ചിക്ക് ചായ വേണോ? തരില്ല, പക്ഷെ തീർന്നു. ഇത് കഴിഞ്ഞില്ല പരിപാടി. നിനക്ക് ഇതന്നെ നല്ലത്, അല്ലെങ്കിലോ നിനക്ക് അതിന് കുറവുണ്ടായിരുന്നു. ഇത് കറക്റ്റ് ആണ്. ഇതാണ് ഇപ്പൊ ആണ് ചെയ്യണത് ഇതൊക്കെ. നിന്റെ എവിടെ? ഇത് ആരുടെ ഇതാ? ഞങ്ങൾ എന്താണ് അടുത്ത പരിപാടി? ഞങ്ങളുടെ ബീഫ് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. ബീഫ് ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ആക്കാൻ പോവാം. എന്താണ് സീൻ? അത് ആക്ച്വലി ഒരു കഷ്ണം എടുത്തിട്ടേ അത് നന്നായിട്ട് വെന്തോ ഇല്ലയോ എന്ന് നോക്കണം. ചെയ്തോ? ഇത് ചെയ്ത് നോക്ക്, വെന്തോ ഇല്ലയോ ഒന്ന്. ഓക്കെ. Can I see? Oh my god, ഇത് ഫാഷൻ ഷോ ആണ്. ഇന്ന് ശരിക്കും ഹാലോവിൻ പാർട്ടിയാണ് ഇപ്പൊ. ഓക്കെ, എല്ലാവരും ഇനി പോയി ഫുഡ് കഴിക്കാൻ വന്നേ. നമ്മുടെ സെറ്റാണ്. ഇനിയിപ്പം ഇതിനെ നമ്മൾ ഇതിലേക്കിട്ട് നമ്മൾ വരട്ടി അങ്ങോട്ട് എടുക്കും നമ്മള്. വേണ്ട, അങ്ങനെയില്ല. ഇനി നമ്മൾ സവാള ഇടണം. എണ്ണ ഒഴിക്കുക, സവാള ഇടുക, നമ്മൾ ബാക്കി മസാലയിലോട്ട് സെറ്റ് ആക്കണം. എവിടെ കാണിച്ച് ഇതിൻ്റെ അകത്താ. നമുക്ക് ഇന്നൊരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം അതിന്റെ ഇതൊരു സർപ്രൈസ് ആണ്. കമോൺ. ബർത്ത്ഡേക്കാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ കൊണ്ടിരുന്നു, അവളെ അറിഞ്ഞിട്ടില്ല. ഇവോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ചേച്ചി ബാ. കമോൺ. അതാ പൊട്ടിയാ? ഞാൻ മാനേജ് ചെയ്തോളാം, വിട്ടോ. വേണ്ട, ഓഫ് ചെയ്യണ്ട. ഇത് അങ്ങോട്ട് ഇതിൻ്റെ അകത്ത് തട്ടിക്കാണ്. സോറി ഗൈസ്, ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ കുക്കിങ്ങിലാണ്. ഞാൻ കേട്ടോ എനിക്ക് ആ മറ്റേ കണക്കായിരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ബാക്കി ബർത്ത്ഡേസ് ക്രിസ്റ്റി ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഇടയ്ക്കൊന്ന് സവാള സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തുടങ്ങി. എവിടെ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് കയറിക്കോട്ടെ പ്ലീസ് ഗൈസ്. എവിടെ തൊപ്പി? എവിടെ ക്രിസ്റ്റി എത്രാമത്തെ ബർത്ത്ഡേ? 25. കഴിഞ്ഞ വർഷമല്ലേ നിനക്ക് 25? ഒന്ന് ബോഡി കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ 99 ചുമ്മാ പറയുന്നത്. 98 എങ്ങാണ്ട. എന്താണ് നിന്റെ പ്രൂഫ്? എന്താ? ഇത് സെറ്റാ, അടിപൊളിയാണല്ലോ. ഇതൊക്കെ ബർത്ത്ഡേക്ക് സെറ്റ് ആണല്ലോ, അടിപൊളിയാണല്ലോ. ഇത് പപ്പിക്ക് വെക്കണാണോ ശരിക്കും? മനസ്സിലാവുള്ളൂ. Yeah, nice. Okay, nice. Okay, cut the cake, please. Cut the cake. Happy birthday.
Happy birthday to you. Happy birthday, dear Christy. Happy birthday. Tama, gift എഴുന്നേറ്റേക്ക്. God bless you. ഭയങ്കര പ്രായമുണ്ട്. ഇവ എന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് അപ്സെറ്റ് ആയി. ഇതെന്തിനാ അപ്സെറ്റ് ആയി ഇപ്പൊ? കണ്ടില്ല അയ്യോ അത് കണ്ടോളൂ. ഒന്ന് പെട്ടെന്ന് കൊടുക്കോ, എന്റെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു. ഏതാ കേക്ക് കിട്ടുക്കാൻ കേക്കായിരുന്നു കേട്ടോ. ഇതാ കേക്ക് ഞാനോട്ടെ അടിപൊളി. നമ്മളിതുവരെ മേടിച്ചിട്ടില്ല. നമ്മള് ബെറി മേടിച്ചിട്ടുണ്ട്. നമ്മള് ബെറിയാണ് കൂടുതലും മേടിക്കുന്നത്. ഇതും ചീസ് കേക്കാണ്. നെക്സ്റ്റ് ആയിട്ടുണ്ട്, അടിപൊളി കേക്കാണ്. അവസാനം ബീഫ് സെറ്റ്, പൊറോട്ട അടിക്കുന്നു. ബീഫ് ഓൾമോസ്റ്റ് സെറ്റായി. കണ്ടോ സെറ്റാണ്. ഇനി നമ്മള് പറ്റിച്ചു കഴിഞ്ഞാൽ ഒട്ടും ചാറുണ്ടാവില്ല, കാരണം കപ്പ കഴിക്കണല്ലേ. സെറ്റാണ്. അനീറ്റ എങ്ങനെയുണ്ട് അനീറ്റ? സെറ്റാണോ? ബീഫ് നല്ലോ? കപ്പ ബീഫ് നല്ലതാണോ? ഹലോ, ഒന്ന് ഇതിന്റെ അഭിപ്രായം പറഞ്ഞു. അടിപൊളിയാ, നല്ല നെയ്യുള്ള ബീഫ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻകറി എടുത്തില്ലല്ലേ? അപ്പൊ ശരി, ഞങ്ങള് ഭക്ഷണം എടുത്തു. ഞാനിപ്പോ ആദ്യം എടുത്തേക്കുന്നത് പൊറോട്ടയും ബീഫുമാണ്. അനീറ്റ പൊറോട്ടയും ബീഫും എടുത്തു. ബീഫ് കിണ്ണൻ ബീഫായിട്ടുണ്ട്. മീൻകറി ബീഫ്, കപ്പ ബീഫ്, പൊറോട്ട. എടി ഇവക്ക് ബർത്ത്ഡേ ഇല്ല, April 1 ആണ് ഇവളുടെ ബർത്ത്ഡേ. നിങ്ങൾ ഫുഡ് കഴിക്കും. കമോൺ. നല്ല കിട്ടില്ലൻ ബീഫാണ്. കിട്ടില്ലൻ ബീഫ്, ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിയാണ്. നല്ലല്ലേ? കണ്ട, നല്ല കിട്ടിക്കൻ ബീഫാണ്. കണ്ടോ? ഇവിടെ മറ്റേ മീനാണോ? ആണോ? നീ ഏത് മീൻ കാണിച്ചേ? അത് പണ്ടല്ലേ? അപ്പം മുട്ടക്കറി കഴിക്കും. ഈ പൊറോട്ടയും ബീഫും ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയതേ, ഈ പീസ കണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാ ഭയങ്കര ഈ ബൂം ബാങ് പറയുന്ന പോലെ ഫോൾ ഇൻ ദ ബോൺ. കണ്ടോ? ഇത് ഇങ്ങനെ സെറ്റ് ആയി, കണ്ടോ? തൂങ്ങിക്കിടക്കണം. ഇതൊക്കെ സെറ്റാണ്. അടിപൊളി. ഞങ്ങളെല്ലാവരും എല്ലാ ഫുഡും കഴിച്ചു, ഒരു രക്ഷയില്ല. മതം എങ്ങനെയുണ്ടായി മൊത്തത്തില്? നല്ല അടിപൊളി ബീഫ് നല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? കപ്പയിൽ കുറച്ചുകൂടി ഉപ്പുണ്ടാവണം. സെറ്റല്ലേ? മീൻകറിയും സൂപ്പർ ആയിരുന്നു. മീൻകറി നിങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലാണോടാ? ഞങ്ങളെ തൃശ്ശൂർ സ്റ്റൈല് ഭയങ്കര റെഡ് ആയിട്ടിരിക്കും മീൻകറി. തേങ്ങാപ്പാൽ ഒഴിച്ചല്ലേ ഇത്? നമ്മള് തേങ്ങ അരച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞ ദിവസം, നല്ലായിരുന്നു. നമ്മളവിടെ തേങ്ങ അരച്ച് കുറവല്ലേ? നിങ്ങളുടെ അവിടെ? ഞങ്ങളുടെ വീട്ടില് മമ്മി ഇടയ്ക്ക് തേങ്ങ അരച്ചുണ്ടാക്കും. ചാടയാണെങ്കിൽ മുളക് ചാറ് നല്ല ടേസ്റ്റ്.
മറ്റേ ചുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് അത് അടിപൊളി സാധനം. ചാളില്ലേ ചാള മറ്റേ ചുറുക്കയും ഇതൊക്കെ ഇട്ടിട്ടൊരു ചൊറുക്ക എന്താടാ വിനാഗിരി ഇത് വിന്താലു ടൈപ്പ് അടിപൊളിയാണ്. എങ്ങനെയാ ചുറുക്കയും നല്ലിങ്ങനെ നല്ല തിക്ക് ഇതായിട്ടിരിക്കും, ഡ്രൈ ആയിട്ടിരിക്കും. അവിടെ ഇഷ്ടം നിങ്ങളുടെ നാട്ടില് വിഷുക്കട്ട കഴിക്കാറുണ്ട്? മറ്റേ അപ്പൊ ഗൈസ് അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. എല്ലാരും ബൈ ബൈ. ഞാൻ വീഡിയോ നിർത്തുവാണ്. Everybody bye bye. I'm stopping the video. Bye bye. Thank you so much guys. ഞങ്ങളുടെ ബീഫിനോട് വീട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മീൻകറിയോട് വീട് പറഞ്ഞുകൊണ്ട് ബൈ 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 ഗൈസ്. വിനാഗിരി വെച്ച സാധനം ഉണ്ടാക്കൂലേ, ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് കോൺവെർസേഷൻസ് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈ 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 ഗൈസ്. ബൈ ഗൈസ്. താങ്ക് യു. ബൈ.